ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ്. ഒരു പിങ്ക് കളറിലിരിക്കുന്ന ഒരു ദോശയാണ്. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ദോശമാവാണ്. സാധാരണ നമ്മൾ ഉഴുന്നും അരിയും ചോറും കൂടി അരച്ചു വച്ചേക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 വലിപ്പമുള്ള പൊട്ടറ്റോ വേണം. ഇത് വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വേണം. ഒരു സവാള, ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം. നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കില്ല. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ ചെറിയൊരു പീസ് ബീട്രൂട്ട് കൂടി വേണം. അത് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള, തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ 2-3 പച്ചമുളക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോ കൂടി ഉടച്ച് ചേർത്ത് കൊടുക്കാം. നേരത്തെ പൊട്ടറ്റോ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നല്ല ഡ്രൈ മസാലയായിട്ടാണ് ഇരിക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയിലയിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. നേരത്തെ എടുത്തു വെച്ച ബീട്രൂട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശമാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദോശ ബാറ്ററൊക്കെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ അരച്ചെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അങ്ങനെ വാങ്ങുന്നവർക്കാണെങ്കിലും അങ്ങനെ വാങ്ങി യൂസാക്കാം. അപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി പരത്തിയെടുക്കാം. നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു വശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കുക്ക് ചെയ്യാം. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല കൂടി ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാം.
ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. മസാല ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ ദോശ ഉണ്ടാക്കി കഴിക്കാനും വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാകും. ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം. അപ്പോൾ കളറൊക്കെ കാണുമ്പോൾ അവർ കഴിച്ചുകൊള്ളും. നമുക്ക് ഈ ദോശയിലേക്ക് മസാലയൊക്കെ ഫില്ല് ചെയ്യാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശകളും ചുട്ടെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ പിങ്ക് മസാല ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണാൻ തന്നെ വളരെ മനോഹരമായ ദോശയാണ്. കഴിക്കാനും അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായ ദോശയാണ്.